എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ കൈഡോ അവനാണെങ്കിൽ അവന്റെ ഫയർ പവർ ഉപയോഗിച്ച് ആ വലിയ മല അതങ്ങനെ കത്തിയെരിയിക്കും. അവൻ 2 മിനിറ്റ് അവന്റെ ഫയർ പവർ അതങ്ങനെ നിർത്താതെ ഉപയോഗിച്ചതിൽ ആ ഒരു വലിയ ഹില്ല് തന്നെ കത്തി അമരുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കാസ്റ്റിനിലെ വേസ്റ്റും അതുപോലെ തന്നെ കല്ലറകളും എല്ലാം തന്നെ ആ ഒരു തീയില് കത്തിയെരിഞ്ഞ് താഴെ വീഴും. ലൂഫിയൻ ടീമാണെങ്കിൽ ആ കാഴ്ച കണ്ട് വണ്ടടിക്കും. കാരണം ഇപ്പൊ ആ പ്രദേശത്തുണ്ടായിരുന്ന ആ വലിയ മല അതിന്റെ പൊടി പോലുമില്ല. തീ അതിനെ അപ്പാടും വിഴുങ്ങിക്കളഞ്ഞു. മാത്രമല്ല നമ്മുടെ ആൾക്കാരെയും അവിടെ കാണാനില്ല. ലൂഫി പല്ല് കടിച്ച് അങ്ങനെ ഫുൾ കലിപ്പി നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ജനങ്ങളാണെങ്കിൽ പേടിച്ച് നാനാ ഭാഗത്തേക്ക് ഓടും. കാരണം ഇനി കൈഡോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവർക്കറിയില്ല. ഒരുപക്ഷെ ആ വില്ലേജിനെ പോലും അവൻ ഇതുപോലെ നശിപ്പിച്ച് കളഞ്ഞേക്കാം. മറ്റൊരു ഭാഗത്ത് ഷുട്ടന്മാരുമാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് അങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് മുൻപോട്ടേക്ക് ഓടുകയാണ്. ഷുട്ടന്മാരുവിനാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെയോ കാര്യമായിട്ട് നെഗറ്റീവായിട്ട് തോന്നും. അവന്റെ അസിസ്റ്റൻസിനോട് അവിടുന്ന് വളരെ സ്പീഡിൽ മുൻപോട്ടേക്ക് പോകാൻ പറയും. പക്ഷെ അവരാണെങ്കിൽ തീർത്തു പറയും, ഇല്ല, ഒരിക്കലുമില്ല, മാസ്റ്ററിന്റെ കൂടെ അല്ലാതെ ഞങ്ങൾ എവിടേക്കും പോവില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ ഷുട്ടന്മാരുവിനെ അങ്ങനെ തൂക്കിയെടുത്ത് മുൻപോട്ടേക്ക് പതിയെ നടക്കും. ജാക്കിനാണെങ്കിൽ ഇപ്പോഴും എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. ഇവിടെ കാട് വില്ലനാണെങ്കിൽ വണ്ടടിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അതവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കൈഡോയെ ഒന്ന് ഡൈവേർട്ട് ചെയ്യുക എന്ന് മാത്രമേ അവൻ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. കട്ട് ചെയ്ത ഇവിടെ ലൂഫിക്കാണെങ്കിൽ അത് സഹിക്കാൻ കഴിയില്ല. കാരണം അവന്റെ ഫ്രണ്ട്സുകളെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവൻ കൈമടക്കി സെക്കൻഡ് ഗിയറിലേക്ക് പോയി. നോ എന്ന് ഉച്ചത്തിൽ അലറി ആ കൈഡോയെ ഇടിക്കാനായിട്ട് അങ്ങനെ ഉഷാറായിട്ട് ഓടും. ട്രഫാർഗർലോ ആണെങ്കിൽ ലൂഫിയെ പിടിച്ചു വെക്കാനും തടയാനൊക്കെ ശ്രമിക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ വെറിയിൽ മുൻപോട്ടേക്ക് ഓടുകയാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. മാത്രമല്ല അവൻ ഒരു എടുത്തുചാടി കൂടെയാണ്. സോ അവൻ രണ്ടാമൊന്നും ചിന്തിക്കാതെ കൈഡോ ഇടിച്ച് സൂപ്പാക്കാൻ അങ്ങനെ ചാടി ഓടും. ഇവിടെ കൈഡോ ആണെങ്കിൽ ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് അങ്ങനെ കറങ്ങി ആ വില്ലേജിലുണ്ടായിരുന്ന കുറെ വീടൊക്കെ തകർത്ത് പതിയെ താഴേക്ക് വീഴും. ലൂഫി ആണെങ്കിൽ ഞൊട്ടിയിടയിൽ ഇപ്പൊ കൈഡോടെ തൊട്ടടുത്തെത്തും. അവനാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 3rd ഗിയറിലേക്ക് പോയി അവന്റെ കൈ അങ്ങനെ ഊതി വീർപ്പിക്കും. പിന്നീട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പഞ്ച് കൊടുക്കാനായി അവൻ മുകളിലേക്ക് ഫ്ലൈ ചെയ്തു പോയി ഹോക്കി പവർ ഉപയോഗിച്ച് താഴേക്ക് വന്ന് കൈഡോടെ തലയ്ക്ക് കൊടുക്കുകയാണ് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ കൈഡോടെ 10-20 കിളികളും നക്ഷത്രങ്ങളും പുറത്തേക്ക് പറന്നു പോവും. ജനങ്ങളെല്ലാവരും പേടിച്ച് 100-110 ഓടും. കൈഡോ ആണെങ്കിൽ കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്നതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചതെന്ന് കൈഡോയ്ക്ക് മനസ്സിലാവില്ല. അവനങ്ങനെ വണ്ടടിച്ച് വീണ് കിടക്കുകയാണ്. ലൂഫിയുടെ ഇടിയിൽ അവിടെ വലിയൊരു ബോംബ് വെട്ടിയ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ലോ ആണെങ്കിൽ അത് കണ്ട് ഫ്രീസ് ആയിട്ട് നിൽക്കും. അവിടെ ഉണ്ടായിരുന്ന വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീടും. ആ സ്പീഡിൽ ഇപ്പൊ നമ്മുടെ സ്പീഡ് അവളാണെങ്കിൽ തെറിച്ചു വന്ന് അടിച്ചു വീഴും. ആ കാഴ്ച കണ്ട ജനങ്ങളെല്ലാവരും പേടിച്ച് ഇപ്പൊ ലൂഫി കൈഡോയെ അടിച്ച് താഴെയിട്ട കാര്യം അങ്ങനെ കാട്ടുതീ പോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യിപ്പിക്കും. സ്പീഡിലേടിയാണെങ്കിൽ ഇപ്പൊ പതിയെ എഴുന്നേറ്റ് അവിടുന്ന് നടന്നു പോകാൻ ശ്രമിക്കും. അതേസമയം ആ ഒരു ക്യാസ്റ്റിൽ നിന്ന ഭാഗം കാണിക്കും. അവിടെ ഓടനും സാമുറായി പെണ്ണും അവർ രണ്ടുപേര് സേഫാണ്. പക്ഷെ അവർക്കാണെങ്കിൽ ഇപ്പൊ ആ മല കണ്ട് വിശ്വസിക്കാനാവില്ല. ആ ക്യാസ്റ്റലിന്റെ ഒരു പൊടി പോലും അവിടെ ഇപ്പൊ അവശേഷിക്കുന്നില്ല. പിന്നാണെങ്കിൽ മൊമന്റോസ്കിയുടെ പേര് വിളിച്ച് അങ്ങനെ പൊട്ടിക്കരയും. അവരെല്ലാവരും മരിച്ചുപോയെന്ന് വിശ്വസിച്ച് കിന്ന സാമുറായി പെണ്ണിനോട് മൊമന്റോസ്കിയെ കുറിച്ച് അന്വേഷിക്കാൻ പറയും. അതിനുശേഷം ടൗണിലുള്ള അവന്റെ വൈഫ് ചുന്ദരി ചേച്ചി അവളെ കാണാൻ താഴേക്ക് ഇറങ്ങുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ച് തിരിഞ്ഞോടുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് വീണ് കിടക്കുന്ന ആ സ്പീഡ് പെണ്ണിനെ കാണാം. ലൂഫി അവളുടെ അടുത്തേക്ക് വന്ന് എന്തുപറ്റി, നീ എങ്ങനെ ഇവിടേക്ക് എത്തിയെന്ന് ചോദിക്കും. കാരണം ഒരുപാട് സമയങ്ങൾക്ക് മുൻപ് തന്നെ വയലറ്റ് പെണ്ണുമായിട്ട് അവൾ അവിടുന്ന് കടന്നു പോയതാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ സ്പീഡും വയലറ്റ് പെണ്ണും അവർ രണ്ടുപേരും നല്ല സ്പീഡിൽ അവരുടെ വീട് ലക്ഷ്യമാക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവർക്ക് മുൻപിലേക്ക് സാക്ഷാൽ കൈഡോ വരിക. കൈഡോയുടെ ബോഡിയും അവന്റെ രൂപവും അത് കാണേണ്ട താമസം വയലറ്റ് പെണ്ണ് അവളങ്ങനെ പേടിച്ച് വരയ്ക്കാനായിട്ട് തുടങ്ങും. സ്പീഡിനും നല്ല ടെൻഷനുണ്ട്. അവളാണെങ്കിൽ ഡൈവേർട്ടായി ഓടാനോ അവിടുന്ന് രക്ഷപ്പെടാനോ ശ്രമിക്കില്ല, മുൻപോട്ടേക്ക് തന്നെ പോവും. കൈഡോ ആണെങ്കിൽ ഓൾറെഡി ആ വയലറ്റ് പെണ്ണിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവൻ സ്ട്രെയിറ്റ് ആയിട്ട്
അവളുടെ മുൻപിലേക്ക് വരിക. സ്പീഡാണെങ്കിൽ എങ്ങനെയെങ്കിലും വയലറ്റിനെ രക്ഷിക്കാനായിട്ട് അവളുടെ കയ്യിലുള്ള അമ്പ് അതുപയോഗിച്ച് കൈഡോയ്ക്ക് നേരെ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യും. പക്ഷെ കൈഡോ അവനാണെങ്കിൽ വളരെ പവർഫുൾ ആണ്. അവന്റെ ഫയർ പവർ അതുപയോഗിച്ച് നല്ല ഫോഴ്സിൽ ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ സ്പീഡാണെങ്കിൽ എവിടെയോ കറങ്ങി അടിച്ചു വീഴും. വയലറ്റിനെ അവളെ കാണാൻ പോലും കിട്ടില്ല. ലൂഫി ആണെങ്കിൽ ഇപ്പോൾ വയലറ്റിനെ കൈഡോ അറ്റാക്ക് ചെയ്ത ഭാഗത്തേക്ക് വരും. അവിടെയാണെങ്കിൽ ഒരുപാട് ബ്ലഡ് അങ്ങനെ കിടക്കുകയാണ്. ലൂഫി അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത ആ ഒരു ആപ്പിള് അതിപ്പോൾ ലൂഫി ദൂരത്തായിട്ട് കാണും. അതവൾ പൊന്നു പോലെയാണ് കയ്യിൽ സൂക്ഷിച്ചു വെച്ചത്. ലൂഫി ഒരു സെക്കൻഡ് വയലറ്റ് പെണ്ണിനെ അവൾ ആദ്യമായിട്ട് കണ്ടതും അവളെ രക്ഷിച്ചതും അതിനുശേഷം അവളുടെ സ്റ്റോറീസ് അറിഞ്ഞതും അവന് ഫുഡ് കൊടുത്തതും അങ്ങനെ അവളുമായിട്ട് സ്പെൻഡ് ചെയ്ത എല്ലാ മെമ്മറീസും അതൊന്നും വിടാതെ ആലോചിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ചുറ്റും നോക്കും. അവിടെ മുഴുവൻ ഒരുപാട് ബ്ലഡ് അല്ലാതെ അവളുടെ ബോഡി പാർട്സ് ഒന്നും തന്നെ കാണാനില്ല. ട്രഫാൽഗർ ആണെങ്കിൽ ലൂഫിയുടെ അടുത്തേക്ക് വന്ന് അവനെ പിടിച്ചു വലിക്കും. ലൂഫി, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. എടോ, അവൻ ഓൾറെഡി ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചതുകൊണ്ട് അവൻ ചെറിയ മയക്കത്തിലാണ്. ഈ ഗ്യാപ്പിൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. കൈഡോയ്ക്ക് ഭയങ്കര പവറാണ്. നിന്നെ കൊണ്ട് അവനെ തോൽപ്പിക്കാനാവില്ല. ബിഗ് മോമിനെ പോലും ഊക്കിയെടുത്ത് നിലത്ത് അടിക്കാനുള്ള പവർ അതവനുണ്ടെന്ന് പറയും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അവിടുന്ന് അത്ര എളുപ്പത്തിൽ കടന്നു വരാനായിട്ട് കഴിയില്ല. അവൻ ദേഷ്യപ്പെട്ട് പറയും, എന്റെ മുൻപിൽ വെച്ചാണ് എൻ്റെ ടീംമേറ്റ്സ് കൊല്ലപ്പെട്ടത്. ഞാൻ ജീവിക്കുന്നത് പോലും അവർക്ക് വേണ്ടിയാണ്. എനിക്കതിന് പ്രതികാരം ചെയ്യാതെ വരാനായിട്ട് കഴിയില്ല. ഇവനെ കൊന്നുകളഞ്ഞ ഐലാൻഡിലുള്ളവർക്കെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ലൂഫി ഇപ്പോൾ കൈഡോയുടെ അടുത്തേക്ക് വന്ന് അവനെ തട്ടി വിളിക്കുകയാണ്. കൈഡോ ആണെങ്കിൽ അങ്ങനെ കണ്ണു തുറന്ന് ലൂഫിയെ നോക്കും. ലൂഫിയെ കാണേണ്ട താമസം അവൻ ഫുൾ കലിപ്പിൽ അങ്ങനെ കണ്ണൊക്കെ ചോപ്പിച്ച് പവറൊക്കെ പുറത്തേക്ക് റിലീസ് ചെയ്ത് ടെററായിട്ട് നിൽക്കും. ലൂഫി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് വിളിച്ചു പറയും, ഞാനാണ് സാക്ഷാൽ സ്ട്രോഹാറ്റ് ലൂഫി, നിന്റെ പ്രധാന ശത്രു, ഫ്യൂച്ചർ പൈററ്റ് കിങ്. അത് കേട്ട് ദേഷ്യവും കലിയൊക്കെ ഇരട്ടിയായ സാക്ഷാൽ കൈഡോ അവനാണെങ്കിൽ ഒരു ഫയർ ബോൾ തന്നെ അവന്റെ വായിലൂടെ പുറത്തേക്ക് എടുക്കും. ലൂഫി അത് കാണേണ്ട താമസം ഓരോ ഭാഗത്തേക്ക് അങ്ങനെ വെട്ടിത്തിരിഞ്ഞ് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കൈഡോ ആണെങ്കിൽ വിടാതെ അവനെ ഫോളോ ചെയ്ത് ആ ഫയർ ബോള് ലൂഫിക്ക് നേരെ ആഞ്ഞടിക്കും. ആ ഒരു ഫയർ ബോളിന്റെ പവറിൽ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ജനങ്ങൾ അങ്ങനെ കത്തിയെരിയാണ്. ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ തകർന്ന് തരിപ്പണമായി താഴെ വീഴും. ലൂഫിയുടെ കാറ്റ് പോയെന്ന് കരുതി കൈഡോ ആണെങ്കിൽ ചുറ്റും നോക്കും. അപ്പോ ആ പുകകൾക്കെല്ലാം ഇടയിൽ നിന്ന് ലൂഫി ആണെങ്കിൽ വീണ്ടും അവന്റെ തേർഡ് ഗിയർ എടുത്ത് അവനെ ആഞ്ഞടിക്കുകയാണ്. പക്ഷേ കൈഡോയുടെയും ലൂഫിയുടെയും പവർ അത് രണ്ടും പരസ്പരം ഏറ്റുമുട്ടി ഡിഫ്യൂസ് ആവും. അതിനുശേഷം രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ പോരാട്ടം. ലോയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ലൂഫി ഇത്രയും സ്ട്രോങ്ങും പവറുമായിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അവനെ കൊണ്ട് കണ്ടു നിൽക്കാനും കഴിയില്ല. ലൂഫി ആണെങ്കിൽ അവന്റെ പവർഫുള്ളായ ഫൈറ്റും അറ്റാക്കും ഒക്കെ തന്നെ തടയാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിക്കും. അതിനുശേഷം ഓക്കി പവർ എടുത്ത് ഒരു റൊട്ടേഷൻ ഇട്ട് ഇപ്പോൾ വീണ്ടും കൈഡോയ്ക്ക് നേരെ വരും. ലൂഫി ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരെ വയലറ്റ് പെണ്ണിന്റെയും അവന്റെ ടീംമേറ്റ്സിന്റെ മുഖം അവന്റെ മനസ്സിലൂടെ മിന്നിമായാണ്. ലൂഫി അവന്റെ ക്ലോസ് തന്നെ താമസം എലിഫന്റ് ഗാറ്റ്ലിംഗ് പവർ അതുപയോഗിച്ച് പുറഞ്ചം അവനെ ആഞ്ഞിട്ടിക്കും. ലൂഫിയുടെ ആ ഒരു ഇടിയിൽ കൺട്രോൾ പോയി കൈഡോ താഴെ വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.